കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/8/2026 ആണ്. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 45/2026 ആണ്. കേരള PSC വഴി നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അതിൽ കയറി വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 50,200 മുതൽ 1,05,300 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഒരു ഒഴിവ് മാത്രമേ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് കരുതി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത്. നിലവിലുള്ള ഒഴിവ് മാത്രമാണ്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് എന്തുണ്ടാകും, ഇതിലും കൂടുതൽ ഒഴിവുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് യോഗ്യതകൾ എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ 18 to 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 2/1/1986 1/1/2008 ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ദെൻ ദി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ലാതാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത, ഇവിടെ നിരവധി യോഗ്യതകൾ പറയുന്നുണ്ട്. സുവോളജി ഉൾപ്പെടെയുള്ള യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ PGയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള നിലയിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണിച്ച യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഗവൺമെന്റ് ജോബൊക്കെ ആഗ്രഹിക്കുന്ന, അതും നല്ല ശമ്പളത്തിൽ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ ഇടയിലുണ്ട്. അവരുടെ ജീവിതം രക്ഷപ്പെടാനായിട്ട് തീർച്ചയായിട്ടും ഇത് സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.